അസ്സലാമു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ പ്ലം കേക്ക് റെഡിയാക്കുന്നത് നമ്മൾ ഓവണും ബീറ്ററും ഒന്നും ഉപയോഗിക്കാതെ സിമ്പിളായ രീതിയിലാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ജൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്, ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് ഈത്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും വെള്ളം ചേർക്കാതെ ഓറഞ്ച് മാത്രം അടിച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഇത്രയും ആവശ്യമൊന്നുമില്ല, അപ്പോൾ ഞാനിപ്പോൾ ഇത്ര എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഈ ജ്യൂസിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ 1 മണിക്കൂറെങ്കിലും ഇതുപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ജ്യൂസ് എടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു 4 സ്പൂണേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊരു മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുമ്പോഴത്തേന് ഇത് റെഡിയായിട്ട് വരും. 1 മണിക്കൂറെങ്കിലും വെക്കണം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാലും മതി. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ കേക്കിലേക്ക് വേണ്ടിയിട്ട് കാരമൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കാരമൽ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ ബ്രൗൺ കളറായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കേക്കിനൊരു കയ്പ്പ് രസം വരും. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ കാരമൽ റെഡി ആയിട്ട് വരും. അപ്പം നമ്മുടെ പഞ്ചസാര ഇവിടെ മെൽറ്റായി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മളൊരു 4 സ്പൂണ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തെറിച്ചിട്ട് വരും. അപ്പോൾ നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വീഡിയോ ഇതിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ നമ്മളൊരു 4 സ്പൂണ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1.5 സ്പൂണ് കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പം നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് 1 പ്രാവശ്യം അരിച്ചെടുക്കുന്നുള്ളൂ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 3 പ്രാവശ്യം 2-3-4 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താലും മതി. പിന്നെ അല്ലെങ്കിൽ നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരില്ല. നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബീറ്ററൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 മുട്ട വെച്ചിട്ടാണ് നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലൊന്ന് ഇട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിത് അരിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. കാരണം നമ്മൾ ഗ്രാമ്പും പട്ടയും ഇട്ടുകൊണ്ട് അതിൻ്റെ പൊടി എന്തായാലും ഇതിൽ കാണും. അപ്പോൾ നമ്മളിതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് വേണം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്ക്ക് ഒഴിച്ച് കൊടുക്കാൻ. കണ്ടില്ലേ, അപ്പം നമ്മൾ അതിൻ്റെ പൊടിയൊക്കെ അതിലുണ്ട്. ഇനി നമുക്ക് 1 സ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 2-3 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പ്ലം കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ബാറ്റർ കുറച്ച് കട്ടിയായിരിക്കും. നമ്മൾ സാധാ കേക്ക് റെഡിയാക്കുന്നത് പോലെ അത്രയ്ക്ക് ലൂസാക്കരുത്. നമ്മൾ കുറച്ച് കട്ടിയിൽ റെഡിയാക്കി എടുക്കുമ്പോഴാണ് നമ്മുടെ പ്ലം കേക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ ചേർത്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കാരമൽ ചേർത്ത് കൊടുക്കുന്നത്. ചൂട് കൊടുക്കാൻ ആരും ചേർത്ത് കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് കാരമൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇത്രയും തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ സാധാ കേക്ക് റെഡിയാക്കുന്നത് പോലെ നല്ല ലൂസിലെടുക്കരുത്. ഇനി നമ്മൾ നേരത്തെ സ്റ്റോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കേക്ക് റെഡിയാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഇത്രയും തിക്കിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ച് വെച്ചിട്ടുള്ള കേക്ക് ടിന്നാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ തന്നെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് നമുക്കിതുപോലെ ഇതിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരുമ്പോൾ നല്ലൊരു ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഗ്യാസിൽ ഇതുപോലെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കേക്ക് ടീന് വെച്ച് കൊടുക്കാം. ഇനി ഒരു 30 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരും. അപ്പോൾ ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് നമ്മുടെ കേക്ക് ഒന്ന് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിൽ നിന്നൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓവണും ബീറ്ററൊന്നും ഇല്ലെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് പ്ലം കേക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.